റിലീസ് ചെയ്തിട്ട് 10ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം തൻ്റെ രണ്ടാം ഞായറാഴ്ച എങ്ങനെ പോകുന്നു എന്നും അതുപോലെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ സിനിമയുടെ 2 ദിവസത്തെ ടോട്ടൽ കളക്ഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റിവ്യൂ ചെയ്യുന്ന പ്രേക്ഷകരിൽ നിന്നും 2 അഭിപ്രായം നേടിയ സിനിമയാണ് ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമ. സിനിമയുടെ 2 ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ 2,10,00,000 രൂപയാണ്. അർജുൻ അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാരെ, ശ്യാം മോഹൻ, സംഗീത് പ്രതാപ് അങ്ങനെ യുവനിരയിലെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം സിനിമയുടെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ കൂടെ ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിലെത്തിയ മറ്റൊരു മൂവി ആയിരുന്നല്ലോ ദാവീദ് എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിന്റെയും 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 1,90,00,000 രൂപയാണ് സിനിമയുടെ കളക്ഷൻ. ആന്റണി വർഗീസ് ആയിരുന്നു സിനിമയിലെ നായകൻ. ഈ ഒരു സിനിമയ്ക്ക് ഒരു ആവറേജ് റിപ്പോർട്ടാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത്. ആ ഒരു റിവ്യൂ കാര്യങ്ങളെല്ലാം വന്നിട്ട് പോലും ബ്രൊമാൻസ് എന്ന സിനിമയുടെ കളക്ഷനിലേക്ക് എത്തിപ്പിടിക്കാൻ ഈ ചിത്രങ്ങളുടെ കൂടെ ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ മൂവി ആയിരുന്നല്ലോ പൈങ്കിളി എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിന്റെ 2 ദിവസത്തെ കേരള കളക്ഷൻ 1,36,00,000 രൂപയാണ്. ഫഹദ് ഫാസിലും ജിത്തു മാധവനും കൂടെ ചേർന്നിട്ടാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ജിത്തു മാധവനും മറ്റൊരാളും കൂടെ ചേർന്നിട്ടാണ് സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത്. സജിൻ ഗോപു, അനശ്വര രാജനാണ് സിനിമയിലെ പ്രധാന താരങ്ങൾ. ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ കട്ട നെഗറ്റീവ് റെസ്പോൺസ് ആണ് പ്രേക്ഷകരിൽ നിന്നും സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും തർക്കേടില്ലാത്ത ബുക്കിങ്ങും തർക്കേടില്ലാത്ത കളക്ഷനും പൈങ്കിളി എന്ന് പറയുന്ന സജിൻ ഗോപു അനശ്വര ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നു. മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ തിയേറ്ററിൽ എത്തിയിട്ട് ഇന്ന് ബോക്സ് ഓഫീസിൽ 10 ദിവസങ്ങൾ പൂർത്തീകരിക്കുകയാണല്ലോ. 7 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന് വേൾഡ് വൈഡിൽ നിന്നും 1,20,00,000 രൂപ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. 9 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 1,30,00,000 രൂപയാണ്. ചിത്രത്തിന് ഇന്ന് 2ാം സൺഡേ സൂപ്പർ സൺഡേ ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എറണാകുളത്തും ട്രിവാൻഡ്രത്തും നല്ല രീതിയിലാണ് സിനിമക്ക് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിത്രം കാണാൻ ഇപ്പോഴും എത്രത്തോളം പ്രേക്ഷകർ സിനിമ കാണാൻ തിയേറ്ററിൽ എത്തുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു സ്ക്രീൻഷോട്ടുകൾ. വലിയ രീതിയിൽ തന്നെയാണ് സിനിമയ്ക്ക് ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകളുടെയൊക്കെ ബുക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറും 100 സീറ്റ് വരെയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററിൽ മാത്രമല്ല, വലിയ തിയേറ്ററുകളിൽ വരെ ഏകദേശം 60%, 70% ഒക്കെ ഒക്യുപ്പൻസിയിലേക്ക് രാവിലെ തന്നെ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന മമ്മൂക്കയുടെ 36 വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററിലെത്തിയ സിനിമയ്ക്ക് ഒക്യുപ്പൻസി രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു. റിലീസ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മമ്മൂക്ക സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. 10ാം ദിവസമായ ഇന്നത്തെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് നല്ലൊരു കളക്ഷൻ ഫിഗറിലേക്ക് എത്തപ്പെടാൻ സിനിമയ്ക്ക് സാധിക്കും. 1.5 കോടിയും കടന്ന് ഒരുപാട് ദൂരം മുന്നേറാൻ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീക്ക് ആയതിനാൽ ഈ ആഴ്ച ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന്റെ ഷോയും കാര്യങ്ങളെല്ലാം ചെറിയ രീതിയിൽ ഇടിവ് സംഭവിച്ചു. അല്ലായിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള സ്ക്രീനും കാര്യങ്ങളെല്ലാം ആയിട്ട് സെക്കൻഡ് വീക്കിലും അടിപൊളിയാക്കാൻ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് സാധിക്കുമായിരുന്നു. എവിടെയോ സിനിമ തിയേറ്ററിൽ എത്തിച്ച നിർമ്മാതാക്കൾക്ക് ചെറിയ രീതിയിൽ പാളി എന്ന് തോന്നുന്നു. എന്നിരുന്നാലും തർക്കേടില്ലാത്ത കളക്ഷൻ എല്ലാം നേടിയ സ്ഥിതിക്ക് ഒരു വടക്കൻ വീരഗാഥ തിയേറ്ററിൽ വിജയമായിരിക്കുന്നു. സെക്കൻഡ് വീക്കിലും ഇനിയും ഒട്ടനവധി ദിവസങ്ങൾ തിയേറ്ററിൽ സഞ്ചരിക്കാൻ സിനിമയ്ക്ക് സാധിക്കട്ടെ. ഓക്കെ, ബൈ.